എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കത്ര നന്നായിരുന്നു അല്ലാഹ്. എന്നാൽ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു വീണിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിയോഗം എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ആ ഹബീബിന്റെ വിയോഗം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ ഖബറിന്റെ ചാര വന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ വന്നു പാടുകയാണ്. മാ ബാലു ഐനിക ലാ തനാമു കഅന്നമാ കുഹിലത് മാഖീഹാ ബികുഹിലിൽ അറമിദി. ഹബീബായ തങ്ങൾ അന്തിയുറങ്ങുന്ന ഖബർ ഷരീഫിന്റെ സമീപത്ത് വന്ന് ഹസ്സാൻ തങ്ങൾ പാടുന്നത്, എന്റെ കണ്ണേ നീ ഉറങ്ങാതെ മിഴിച്ചിരിക്കുന്നതെന്താണ്? നല്ല എരിവുള്ള സുറുമ കൊണ്ട് സുറുമ അണിഞ്ഞതാണോ? വീണ്ടും മഹാനവറുകൾ പാടുകയാണ്, യാ ലൈതനീ സുബ്ബിഹ്തു സുമ്മൽ അസ്വദി. എനിക്ക് വിഷബാധ ഏറ്റുപോയിരുന്നെങ്കിൽ എനിക്കത്ര നന്നായിരുന്നു. യാ ലൈതനീ ലം ഊലദി. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കത്ര നന്നായിരുന്നു അല്ലാഹ്. എന്നാൽ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു വീണിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിയോഗം എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ആ ഹബീബിന്റെ വിയോഗം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. ആ ഹബീബായ തങ്ങളെ വേർപാടിന്റെ നോവറക്കി വെക്കാൻ പറ്റാതെ മഹാനവറുകൾ വിളിച്ചു പറയുന്നു, വജിഹി യഖീകത്തുർബ ലഹ്ഫി ലൈതനി വല്ലിബ്തു ഖബ്ലക ഫിൽ ബഖിയൽ അർഖദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന ഖബർ, ആ ഖബറുള്ള സ്ഥലത്ത് ഞാനാകുന്ന ഹസ്സാൻ ആദ്യമേ മരണപ്പെട്ടിട്ട് എന്നെ ആ സ്ഥലത്ത് മറമാടി ഹസ്സാന്റെ ശരീരം മണ്ണോട് ചേർന്നിട്ട് എന്റെ മണ്ണായി പോയ ആ ഭാഗത്താണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജസദു ഷരീഫ് വെക്കുകയാണെങ്കിൽ മുസ്തഫായ തങ്ങളുടെ ശരീരത്തിന് വിരിപ്പാകാനുള്ള ഭാഗ്യമുണ്ടാകുമല്ലോ. ആ ഭാഗ്യമെങ്കിലും ഉണ്ടായാൽ ഈ ഹസ്സാന പേരും പറഞ്ഞ് നാളെ ഹബീബായ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാമല്ലോ എന്ന ചിന്തയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ചു സ്വഹാബത്ത്. അങ്ങനെയാണ്, ഹബീബിനെ കണ്ടറിഞ്ഞവരാണ്.